ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ദി ഒഡീസി അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. നോളന്റെ കരിയറിൽ തന്നെ നോളന്റെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇത്രത്തോളം കോൺട്രവേഴ്സികളിലേക്ക് അകപ്പെട്ട ഒരുപാട് നെഗറ്റീവ് റെസ്പോൺസ് വന്ന മറ്റൊരു നോളൻ മൂവി ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതിനു മുമ്പ് ഒരുപാട് കോൺട്രവേഴ്സികളിലൊക്കെ കേട്ട് പോയിട്ടുള്ള ഒരു നോളൻ മൂവി എന്ന് പറയാവുന്നത് ചിലപ്പോൾ ഡാർക്ക് നൈറ്റ് ആയിരുന്നിരിക്കും. അന്ന് നോളൻ ജോക്കറെ പോലുള്ള ഒരു റോളിലേക്ക് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹേറ്റ് ലെഡ്ജറിനെ കാസ്റ്റ് ചെയ്തതിനെ ചൊല്ലിയായിരുന്നു അപ്പോൾ അവിടെ വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ സിനിമ ഇറങ്ങിയ ശേഷം അവരെല്ലാം പറഞ്ഞത് തെറ്റായിരുന്നുവെന്നും നോളൻ ചെയ്തത് ശരിയായിരുന്നുവെന്നും നോളന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് നോളന് ഒഡീസിയിലൂടെയും സാധിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇതിന് ഇദ്ദേഹത്തിന് കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും മൂവിയുടെ ട്രെയിലർ ഒക്കെ തന്നെ വന്ന സമയത്തൊക്കെ നോർമലി ഒരു പീരിയോഡിക് ഫാന്റസി മൂവി എന്നതിലുപരി ഒരു നോളൻ മൂവി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം അത് എവിടെയും കിട്ടിയിരുന്നില്ല. മറ്റ് സിനിമകളെ പോലെയുള്ള ഒരു നോളൻ ഫീൽ എവിടെയും തോന്നുന്നുണ്ടായിരുന്നില്ല. എന്തായാലും എന്തൊക്കെ കോൺട്രവേഴ്സികളാണ് ഈ മൂവിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയാൽ അതിൽ ആദ്യം തന്നെ പറയേണ്ടതും ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സികളിലേക്ക് പോയിട്ടുള്ളതുമായിട്ടുള്ള ഒന്നാണ് ഹെലൻ ഓഫ് ട്രോയിയുടെ കാസ്റ്റിംഗ്. ലുപിറ്റോ നിയോങ്കോ എന്നൊരു ബ്ലാക്ക് ആക്ട്രസിനെയാണ് ഈ ഒരു റോളിലേക്ക് നോളൻ കാസ്റ്റ് ചെയ്തത്. ഹെലൻ ഓഫ് ട്രോയെ കുറിച്ച് പറഞ്ഞാൽ ഈ ഗ്രീക്ക് മിത്തോളജിയിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്നാണ് ഈ ക്യാരക്ടറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവളുടെ സൗന്ദര്യം കാരണം യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രീക്ക് ക്യാരക്ടറായി ഒരു ബ്ലാക്ക് ആക്ട്രസിനെ കാസ്റ്റ് ചെയ്തത് ഒരു വിഭാഗം ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹെലൻ ഓഫ് ട്രോയ് എന്നൊരു ഗ്രീക്ക് ക്യാരക്ടർ എങ്ങനെ ഒരു ബ്ലാക്ക് ക്യാരക്ടറായി മാറുമെന്നാണ് പലവരും ചോദിക്കുന്നത്. നോളൻ മനഃപൂർവ്വം ഒരു റേസ് സ്വാപ്പ് ഒക്കെ നടത്തിയെന്നും പറയുന്നവരുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മുടെ ടെസ്ലയുടെയും എക്സിന്റെ ഒക്കെ തന്നെ സിഇഒ ആയിട്ടുള്ള എലോൺ മസ്ക് വരെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇതിനെല്ലാം കുറിച്ച് തന്നെ നോളനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നവരുമുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ തന്നെ ഹെലൻ ഓഫ് ട്രോയ് എന്ന് പറയുന്നത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയ ഒരു വുമണാണ് എന്നതിലുപരി ഇതിന്റെ ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനൊന്നും തന്നെ എവിടെയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹെലൻ ഓഫ് ട്രോയ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാനും കഴിയില്ല. എന്നിരുന്നാലും ഏഷ്യന്റെ ഗ്രീസിൽ ഒരു ബ്ലാക്ക് വുമൺ എങ്ങനെ വരും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പിന്നീട് ഒരുപാട് കോൺട്രവേഴ്സികൾ വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ആക്സെന്റും ഡയലോഗ്സും ഒക്കെ ആയിരുന്നു. പ്രാചീന കാലത്ത് ഗ്രീസിൽ വെച്ച് നടക്കുന്ന ഒരു സ്റ്റോറിയിൽ വളരെയധികം മോഡറൈസ് ആയിട്ടുള്ള അമേരിക്കൻ ഡയലോഗ്സും ആക്സെന്റും ഒക്കെ യൂസ് ചെയ്തത് പലർക്കും അത്രത്തോളം അങ്ങനെ പിടിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഒരു പീരിയോഡിക് മൂവിയിലൊക്കെ തന്നെ ബ്രിട്ടീഷ് ആക്സെന്റും അത്തരത്തിലുള്ള ഡയലോഗുകളും ഒക്കെയാണ് ഉപയോഗിക്കാറ്. എന്നാൽ നോളൻ മറ്റൊരു രീതിയിലാണ് ഈ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ഉണ്ടാകാമെങ്കിലും കൂടുതൽ ആളുകളും ഇതൊരു നല്ല തീരുമാനമായിരുന്നില്ല എന്ന രീതിയിലാണ് പറയുന്നത്. മൂവിയുടെ ട്രെയിലർ ഒക്കെ തന്നെ ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് ഈ മൂവിയെ ട്രോൾ ചെയ്തൊക്കെ തന്നെ ഈ മൂവിയുടെ ഡയലോഗുകളൊക്കെ വെച്ചിട്ടായിരുന്നു. അതൊക്കെ കൂടാതെ നേരത്തെ ഹെലൻ ഓഫ് ട്രോയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ പോലെ മറ്റ് ക്യാരക്ടേഴ്സിന്റെ കാസ്റ്റിങ്ങിനെ കുറിച്ചും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പറയേണ്ടതാണ് എലിയോട്ട് പേജ് എന്ന ഒരു ട്രാൻസ് മെയിലിനെ ഈ മൂവിയിൽ കാസ്റ്റ് ചെയ്തത്. അക്കീലസ് എന്നൊരു ലെജൻഡറി വാരിയർ ആയിട്ടാണ് എലിയോട്ട് പേജ് ഈ മൂവിയിൽ അഭിനയിക്കുന്നത് എന്നാണ് ആദ്യം പറഞ്ഞു വന്നിരുന്നത്. ഇതിനെക്കുറിച്ച് ഓൺലൈനിലൊക്കെ തന്നെ വലിയ ഡിബേറ്റ്സ് ഒക്കെ നടന്നതായിരുന്നു. എന്നാൽ പിന്നീട് ഇത് ഒഫീഷ്യലി വന്നതാണ് എലിയോട്ട് പേജ് അക്കീലസ് എന്ന ക്യാരക്ടറിനല്ല മറിച്ച് സിനോൺ എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടറെയാണ് ചെയ്യുന്നതെന്ന്. അക്കീലസ് ആയിരുന്നെങ്കിൽ അതൊരു ബ്ലണ്ടർ മിസ്കാസ്റ്റിംഗ് തന്നെ ആയേനെ. എന്നാൽ അത് വെറും ഒരു റൂമർ ആയിരുന്നുവെന്ന് ഇപ്പോൾ അവർ തന്നെ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാവുന്നത് ഈ മൂവിയുടെ ഹിസ്റ്റോറിക്കൽ ആക്യുറസി ഇല്ലായ്മയൊക്കെ തന്നെയാണ്. ഈ മൂവിയിൽ ഉപയോഗിച്ചിട്ടുള്ള ആർമേഴ്സും ഹെൽമെറ്റും ഷിപ്പും ഒക്കെ തന്നെ ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് അല്ല എന്ന രീതിയിലും ഒരുപാട് വിമർശനങ്ങൾ ഈ മൂവിക്ക് നേരിടുന്നുണ്ട്. ഈ മൂവിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഷിപ്പുകളൊക്കെ കണ്ടിട്ട് കൂടുതലും വൈക്കിങ്സ് ലോങ് ഷിപ്പുകൾ പോലെയാണ് തോന്നുന്നതെന്നും അല്ലാതെ ബ്രോൺസ് ഏജ് ഗ്രീക്കിലെ പോലെയൊന്നും ഇല്ല എന്നുമാണ് പറയുന്നത്. മൂവിയിലെ ആർമേഴ്സിന്റെ ഡിസൈനെ കുറിച്ചും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. എന്നിരുന്നാലും ഇതിനൊക്കെ തന്നെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നവരുമുണ്ട്. അതായത് ഇത് ഒഡീസി എന്ന് പറയുന്നത് വെറും ഒരു മിത്താണ്, അല്ലാതെ ഇത് ഗ്രീസിന്റെ ഹിസ്റ്ററി ഒന്നും തന്നെയല്ല. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു മിത്തോളജിക്കൽ മൂവിയായി മാത്രം കൺസിഡർ ചെയ്താൽ ഇതൊക്കെ തന്നെ അത്രത്തോളം വലിയ പ്രശ്നമല്ല എന്ന് പറയുന്നവരുമുണ്ട്. ഇതൊക്കെയാണ് ഈ മൂവി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ മൂവിയെ കുറിച്ച് വരുന്ന വലിയ വിമർശനങ്ങൾ എന്ന് പറയാവുന്നത്. ചെറുതായിട്ട് വേറെയും ഒക്കെ ഉണ്ട്. അതായത് ട്രാവിസ് സ്കോട്ടിന്റെ കാസ്റ്റിങ്ങും ഈ മൂവിയിൽ ഉപയോഗിക്കുന്ന മ്യൂസിക്കും ഒക്കെ തന്നെ ആയിട്ട് വേറെയും കുറച്ചൊക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെ തന്നെ അത്രത്തോളം വലിയ കോൺട്രവേഴ്സികളിലേക്ക് ഒന്നും തന്നെ പോയിട്ടില്ല എന്ന് മാത്രം. എന്തൊക്കെയായാലും ഈ മൂവിക്കെതിരെ ഓൺലൈനിലും മറ്റുമായി ഹേറ്റ് ക്യാമ്പയിനും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ഈ മൂവി കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഈ മൂവിയെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഇതൊരു ഏൻഷ്യന്റ് ഗ്രീസ് മിത്തോളജിക്കൽ ഫാന്റസി മൂവിയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ മഹാഭാരതം ഒക്കെ തന്നെ പറയുന്നത് പോലെ ഗ്രീസിലുള്ള ഒരു സ്റ്റോറിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റോറി എന്താണ് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒന്നാണ്. പിന്നെ ഈ സ്റ്റോറിയെ വെച്ചുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് തന്നെ വേറെയും അഡാപ്റ്റേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റോറിയെ പലവരും അവരുടെ ഹിസ്റ്ററിയാണ് എന്ന രീതിയിൽ പറയുന്നവരുമുണ്ട്. ഒരിക്കലും ഈ മൂവി ഇറങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ ഈ മൂവിയുടെ സ്റ്റോറിയെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. എന്നിരുന്നാൽ നിങ്ങൾക്ക് ഈ മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോ മറ്റോ സെർച്ച് തന്നെ കിട്ടും. പിന്നെ അതൊന്നും വേണമെങ്കിൽ ഇതേ സ്റ്റോറിയുള്ള വേറെയും സിനിമകൾ നമുക്ക് കാണാൻ കഴിയും.
അതിപ്പോ ഡയറക്റ്റ് അഡാപ്റ്റേഷൻസ് നോക്കുകയാണെങ്കിൽ എളീസസ് ലാ ഒഡീസിയ എന്ന് തുടങ്ങിയ മൂവീസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെ കുറച്ചധികം പഴയ മൂവീസ് ആണെന്ന് മാത്രം. പിന്നെ കുറച്ചും കൂടി മോഡേൺ ആയ മൂവി നോക്കുകയാണെങ്കിൽ 1997 പുറത്തിറങ്ങിയ ദി ഒഡീസി എന്ന NBC ടെലിവിഷൻ മിനി സീരീസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഈ ഒഡീസി മൂവി കാണാം, അല്ലെങ്കിൽ ഫ്രഷ് മൈൻഡോടെ പോയി കാണാം. എന്തായാലും ഇത്രത്തോളം കോൺട്രവേഴ്സികളിലൂടെ എല്ലാം തന്നെ കടന്നു പോയിക്കൊണ്ട് വരുന്ന ഈ ഒഡീസി മൂവി എന്താകുമെന്ന് നമുക്ക് റിലീസിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാം. പിന്നെ ഈ ഒഡീസിയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.